ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവം ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ധ്യ സംഭാഷണത്തിലുള്ള യാത്രയാണ് അതിലെ മുഖ്യ വിഷയം. പാണ്ഡവന്മാരുമായിട്ട് ആലോചിച്ച് അവരുടെ മനസ്സറിഞ്ഞ ശേഷം, പാഞ്ചാലിയുടെയും മറ്റും ആഗ്രഹങ്ങളെ അറിഞ്ഞ ശേഷം, സന്ധി എന്ന വ്യാജേന എന്ന് പറയാം, ഭഗവാൻ കൗരവ രാജധാനിയായിട്ടുള്ള ഹാസ്തിനപുരിയിൽ എത്തിച്ചേരുകയാണ്. അവിടെ ധൃതരാഷ്ട്രരുടെ സഭയിൽ ചെന്നു. അവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചു. പൂജ സ്വീകരിച്ച ശേഷം അദ്ദേഹം വിതുരരുടെ ഗൃഹത്തിലേക്ക് ചെന്നു. വിതുരരുടെ പൂജ ഏറ്റുവാങ്ങി. പാണ്ഡവ മാതാവായ കുന്തിദേവിയെ ഭഗവാനെ വന്ന് ആലിംഗനം ചെയ്ത് തൻ്റെ ദുഃഖം പറഞ്ഞുകൊണ്ട് കരഞ്ഞു. തൻ്റെ മക്കളുടെ പല രീതിയിലുള്ള കഷ്ടതകളെ കുറിച്ച് പറഞ്ഞ് കരയുകയാണ്. തനിക്ക് ജീവിതത്തിൽ തൻ്റെ ബാല്യകാലത്തിൽ തൻ്റെ അച്ഛനും തന്നെ ഉപേക്ഷിച്ചു. കുന്തിഭോജന് ദാനം ചെയ്തുകൊണ്ട് ദത്ത് പുത്രിയായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബാല്യകാലത്തിൽ കന്തുകഹസ്തികാം എന്നാണ്, പന്തുരുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്രായത്തിലാണ് എന്നെ മറ്റൊരാൾക്ക് ദാനം ചെയ്തത്. അങ്ങനെ ജീവിച്ച ഞാൻ എൻ്റെ അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഇവിടെ എൻ്റെ ഭർത്തൃപിതാവ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരും എന്നെ ഉപേക്ഷിച്ചു, എനിക്ക് ദുഃഖം മാത്രം തന്നു എന്നുള്ള തൻ്റെ ആ ജീവിത ദുഃഖത്തെ ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിച്ച് കുന്തിദേവി തുടർന്ന് എന്താണ് പറയുന്നത് എന്ന് ആണ് നമ്മളിന്ന് നോക്കുന്നത്. കുന്തി തുടർന്ന് പറയുകയാണ്, സൂതകത്തിൽ, അതായത് പ്രസവമുറിയിൽ വെച്ച് എനിക്കൊരു അശരീരി വാക്ക് കേൾക്കാൻ സാധിച്ചു. അർജുനൻ ജനിച്ചപ്പോഴാണ് ആ അശരീരി വാക്കുണ്ടായത്. എന്താണ്? ഇവൻ കുരുക്കളെ ജയിച്ച് രാജ്യം നേടും, ഇവന്റെ യശസ് ദേവലോകത്തോളം എത്തിച്ചേരും, ഇവൻ സഹോദരന്മാരോടൊപ്പം നിരവധി അശ്വമേധയാഗങ്ങൾ ചെയ്യിപ്പിക്കും എന്നുള്ള അശരീരി വാക്കുണ്ടായി. നാഹം താമഭ്യസൂയാമി നമോ ധർമായ വേധസേ കൃഷ്ണായ മഹതേ നിത്യം ധർമ്മോ ധാരയതി പ്രജാഹ. കാര്യം പറഞ്ഞുകൊണ്ട് കുന്തി പറയുകയാണ്, ഞാൻ ആ വാക്ക് തെറ്റിപ്പോയി, ആ ശരീര വാക്ക് അസത്യമായി പോയി എന്നൊന്നും ഞാൻ ആ വാക്കിനെ കുറ്റം പറയുകയില്ല. ദേവന്മാരുടെ വാക്യമാകാം, അങ്ങയുടെ തന്നെ വാക്യമാണത്. അങ്ങാരാണ്? നമോ ധർമായ വേധസേ കൃഷ്ണായ മഹതേ. ഞാൻ നമിക്കുന്നു. ആ വാക്ക് പറഞ്ഞത് ആരാണ്? കൃഷ്ണൻ എന്ന് ജനിച്ചിട്ടില്ലെങ്കിൽ പോലും അന്തര്യാമിയായിട്ട് സർവ ചരാചരങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും നിയാമകൻ, നിയന്താവ്. ആ നിയന്താവായിരിക്കുന്ന അങ്ങ് തന്നെയാണ് ആ വാക്ക് എനിക്ക് കേൾപ്പിച്ചു തന്നത്. അങ്ങ് ധർമ്മസ്വരൂപനാണ്. നമോ ധർമായ വേധസേ. ഈ പ്രപഞ്ചത്തിന് നിയാമക ശക്തിയായിരിക്കുന്ന ധർമ്മം അങ്ങ് തന്നെയാണ്. മഹത്തായ ധർമ്മം അത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. ആ ധർമ്മത്തെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു. ധർമ്മോ ധാരയതി പ്രജാഹ. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയത്തെ പ്രജാഹ. ധാരണം ചെയ്യുന്നത്, പ്രജകളെ ധരിക്കുന്നത്, പ്രജകളെ നിലനിർത്തുന്നത്, പ്രജകളുടെ അസ്തിത്വത്തിന്, നിലനിൽപ്പിന്, സംരക്ഷണത്തിന് കാരണമായിരിക്കുന്ന ആചരണത്തെയാണ് നമ്മൾ സാധാരണ മഹാഭാരതം ഇവിടെയും ധർമ്മത്തെക്കുറിച്ച് നിർവചിച്ചത് അങ്ങനെയാണ്. പക്ഷെ ആ പ്രജകളുടെ ധാരണം എന്ന് ചെയ്യുന്ന ആ ചൈതന്യം, ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ചൈതന്യം ആരാണ്? ശക്തി എന്താണ്? ആ ശക്തിയുടെ പേരാണ് ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണ പരമാത്മാവ്, ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് മഹദ്ധർമ്മമാണ്, സനാതന ധർമ്മം ശ്രീകൃഷ്ണൻ തന്നെയാണ്. ആ ധർമ്മത്തെ ഞാൻ നമസ്കരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് സ്വന്തം ആ വാക്കിനെ അങ്ങ് സത്യമാക്കി തീർക്കുക. 14 വർഷം ഞാൻ എൻ്റെ മക്കളെ കണ്ടില്ല. മരിച്ചവർക്ക് നമുക്ക് ശ്രാദ്ധമൂട്ടാൻ സാധിക്കും, പക്ഷെ കാണാതായവർക്ക്, നഷ്ടപ്പെട്ടു പോയി, നാട് വിട്ടുപോയി, അവർക്ക് ശ്രാദ്ധമൂട്ടാൻ പോലും നിർവാഹമില്ല. 14 വർഷം അവർ എനിക്ക് മരിച്ചതുപോലെയാണ്. 13 വർഷമാണ് വാസ്തവത്തിൽ. 13 വർഷം പൂർത്തിയാക്കിയത് കൊണ്ടാണ് കുന്തിദേവി ഇവിടെ 14 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. 14 വർഷം അവർ എനിക്ക് മരിച്ചതുപോലെയാണ്, അവർക്ക് ഞാനും മരിച്ചതുപോലെയാണ്. പക്ഷെ ഞങ്ങൾ പരസ്പരം ശ്രാദ്ധമൂട്ടിയില്ല, കാണാനും സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ചെന്ന് പറയണം, മോനെ യുധിഷ്ഠിര, നിന്റെ ധർമ്മം ഇതാ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. നീ ക്ഷത്രിയനാണ്. പരാക്രമം കൊണ്ടും ശൗര്യം കൊണ്ടും സ്വന്തം ബലത്തെ ആർജിച്ച് സ്വന്തം രാജ്യത്തെ, സ്വന്തം അധികാരത്തെ പിടിച്ചടക്കി ലോകരക്ഷ ചെയ്യേണ്ടത് ക്ഷത്രിയന്റെ ധർമ്മമാണ് എന്നുള്ളത് നീ മറക്കാൻ പാടില്ല. നീ അത് മറന്ന് ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കും തോറും നിന്റെ ധർമ്മം, നിന്റെ സ്വധർമ്മം നിന്നെ വിട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ധർമ്മത്തെ നീ വ്യർത്ഥമാക്കാൻ പാടില്ല. ക്ഷമയൊക്കെ വേണം, ശരിയാണ്. സഹോദരന്മാർക്ക് വേണ്ടി, സ്വന്തം ആൾക്കാർക്ക് വേണ്ടി ക്ഷമയും സഹിഷ്ണുതയും കാണിക്കണം. അത് നീ കാണിച്ചു കഴിഞ്ഞു. ഇനി നീ ക്ഷമിക്കേണ്ടതില്ല. യുദ്ധം ചെയ്ത് നീ നേടുമ്പോഴാണ് നിന്റെ ധർമ്മം പൂർത്തിയാകുന്നത്. ക്ഷത്രിയ സ്ത്രീകൾ പ്രസവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ക്ഷത്രിയ സ്ത്രീകൾ പ്രസവിക്കുന്നത് കുഞ്ഞുങ്ങളെ ലാളിക്കാൻ, വെറുതെ ലാളിക്കാൻ വേണ്ടിയിട്ടല്ല. ആ കുഞ്ഞ് വലുതായി ശൂരനായിട്ട്, പരാക്രമിയായിട്ട്, സ്വധർമ്മം ചെയ്ത്, യുദ്ധം ചെയ്ത്, ധർമ്മം പാലിച്ച് ലോകരക്ഷ ചെയ്യുമ്പോൾ, രാജ്യരക്ഷ ചെയ്യുന്നതിലാണ് ഒരു ക്ഷത്രിയ സ്ത്രീയുടെ പ്രസവം അപ്പോഴാണ് സഫലമാകുന്നത്. ഭഗവാനെ, എൻ്റെ പ്രസവത്തിന്റെ ലക്ഷ്യം സഫലമാകേണ്ട കാലം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. കുന്തിദേവി ഒരു വീരപ്രസവിനിയായ സ്ത്രീയാണ്, വീരസ്ത്രീയാണ്, ക്ഷത്രിയ സ്ത്രീയാണ്. ക്ഷത്രിയോചിതമായ രീതിയിലാണ് കുന്തിയുടെ ആ ദുഃഖപ്രകടനം പോലും നടക്കുന്നത്. ഭഗവാനെ, അർജുനനോട് അങ്ങ് ചെന്ന് പറയണം, ഈ പാഞ്ചാലിയുടെ വാക്കുകളെ അനുസരിക്കുക എന്ന്. ഭാര്യയെ അനുസരിക്കാൻ ആണോ അമ്മായിയമ്മ പറഞ്ഞു കൊടുക്കുക? സാധാരണ അങ്ങനെയല്ല. കുന്തിദേവി പറയുന്നത്, ദ്രൗപദ്യാ പദവീം ചര, ദ്രൗപദിയുടെ വാക്കുകളെ നീ ദ്രൗപദി പറയുന്നത് അനുസരിക്കുക. എന്താണെന്ന് വെച്ചാൽ, ആ ദ്രൗപദി അവൾക്ക് ചേരാത്ത രീതിയിൽ അപമാനിക്കപ്പെട്ടു. നിന്റെ മുന്നിൽ വെച്ചാണ് അവൾ അപമാനിക്കപ്പെട്ടത്. ഇനി നീ അവൾ പറയുന്നത് പോലെ കേട്ടിട്ട് ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ച് അവരുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ നിനക്ക് ബാധ്യതയുണ്ട് എന്നാണ് കുന്തി പറഞ്ഞതിൻ്റെ അർത്ഥം. വനവാസവും രാജ്യനഷ്ടവും ഒന്നും എന്നെ ദുഃഖിപ്പിക്കുന്നില്ല. ഏകവസ്ത്രയായ ദ്രൗപദിയെ അപമാനിച്ചത് ആണ് എൻ്റെ മനസ്സിൽ എന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം. ശ്രീകൃഷ്ണ ഭഗവാനെ, നീയും ബലരാമനും പ്രദ്യുമ്നും ഒക്കെ തന്നെ എനിക്ക് നാഥന്മാരാണ്, യാദവന്മാർ എനിക്ക് നാഥന്മാരാണ്. നിങ്ങൾ എന്നെയും എൻ്റെ മക്കളെയും രക്ഷിക്കണം. ഭഗവാൻ മറുപടിയായിട്ട് കുന്തിദേവിയോട് പറഞ്ഞു, അച്ഛൻ പെങ്ങളെ എന്ന് വിളിച്ചു, പിതൃശ്വസു എന്ന് വിളിച്ചിട്ട് പറയാണ്, ഭവതിയെപ്പോലെ ഒരു ഭാഗ്യവതി വാസ്തവത ഇല്ല. സീമന്തിനിയാണ്, ശൂരൻ്റെ മകളാണ്, ആജമേഠകുലം എന്ന ഈ കൗരവകുലത്തിൻ്റെ വധുവാണ്. എല്ലാം വലിയ സൗഭാഗ്യമാണ്. ഭവതി കുലീനയാണ്, നല്ല കുലത്തിൽ ജനിച്ചവളാണ്. എന്നിട്ട് വിവാഹം ചെയ്ത് കൊടുത്തതും അതുപോലെ നല്ല കുലത്തിലേക്കാണ്. ഒരു വിശാലമായ തടാകത്തിൽ നിന്നും ഒരു താമരപുഷ്പത്തെ പറിച്ച് മറ്റൊരു തടാകത്തിൽ നട്ടതുപോലെ മഹത്തായ യാദവ കുലത്തിൽ ജനിച്ച് ആ കുലത്തിൽ നിന്ന് വിവാഹം ചെയ്ത് കൗരവകുലം എന്ന് പറയുന്ന മഹത്തായ കുലത്തിലേക്കാണ് പറിച്ചു നടപ്പെട്ട്. 2 തടാകവും ശുദ്ധമായ നല്ല തടാകമാണ്. എന്നിട്ടോ ഭർത്താവ് നിന്നെ വേണ്ടതുപോലെ മാനിച്ചു. ഭർത്താവിൻ്റെ സ്നേഹം നീ നേടിയിട്ടുണ്ട്. നീ വീരപ്രസവിനിയായി, വീരപുത്രന്മാരെ നീ പ്രസവിച്ചു. വീരസ്ത്രീകളുടെ ലക്ഷണം എന്താണ്? വീരസ്ത്രീകൾ സുഖവും ദുഃഖവും ഒരുപോലെ കണ്ട് സഹിക്കും. അവിടെയാണ് ഒരു ക്ഷത്രിയ സ്ത്രീയുടെ വീര്യം പ്രകടിപ്പിക്കേണ്ടത്. നിദ്രാതന്ത്രേ ക്രോധഹർഷവും ക്ഷുത്പിപാസേ ഹിമാതപവും ഏതാനി പാർത്ഥാ നിർജിത്യ നിത്യം വീരസുഖേ രതാഹ. ആ പാർത്ഥന്മാർ, നിന്റെ മക്കള്, നിദ്രയും തന്ത്രയും ക്രോധവും ഹർഷവും ദാഹവും വിശപ്പും തണുപ്പും ചൂടും ഇതിനൊക്കെ അവർ ജയിച്ചു. അവരുടെ മനോബലം കൊണ്ട് ജയിച്ചിട്ട് വീരസുഖത്തിൽ രമിക്കുന്നവരായിട്ട് അവരിയ്ക്കുന്നു. വീരസുഖം എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ കിടന്ന് ഉറങ്ങുന്നതല്ല വീരസുഖം. വീരന്മാരുടെ സുഖം എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് പോർക്കളത്തിൽ വീഴുമ്പോഴും, ധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യുമ്പോഴും, രക്തമൊഴുക്കുമ്പോഴും, നെഞ്ചു വിരിച്ചുകൊണ്ട് ശത്രുവിനെ നേരിടുമ്പോഴും, അഭിമാനം ഒരിക്കലും തന്നെ ബലികഴിക്കാതെ ജീവിക്കുമ്പോഴും ആണ് ഒരു വീരൻ്റെ ധർമ്മം അവിടെ പ്രവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ വീരന്മാരുടെ സുഖം എന്ന് പറയുന്നത് അവരുടെ ആ ധർമ്മം അനുഷ്ഠിക്കുന്നതിലാണ് അവരുടെ സുഖം. പാണ്ഡവന്മാർ 13 വർഷവും ജീവിച്ചത് സുഖം ആയിട്ട്. അവരുടെ ഒരു നേടാൻ പറ്റാത്തതിനെ നേടുക, കീഴടക്കാൻ പറ്റാത്തതിനെ കീഴടക്കുമ്പോഴാണ് ഒരു വീരൻ ആനന്ദിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് മനുഷ്യർ ഹിമാലയത്തിൻ്റെ മുകളിൽ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ തത്രപ്പെടുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ചിന്തിച്ചിരുന്നു, ഈ ആളുകൾക്ക് എന്തിനാണ് എവറസ്റ്റിൻ്റെ മുകളിൽ കയറി കഷ്ടപ്പെടുന്നത്? അവിടെ പ്രാണവായു പോലും ഇല്ലാത്ത സ്ഥലത്ത് കഷ്ടപ്പെട്ട് കയറി അവിടുന്ന് തെന്നി വീണാൽ ജീവൻ നഷ്ടപ്പെടും. എന്നിട്ട് ചില ആളുകൾ 1, 2, 3 തവണ വീണ്ടും എവറസ്റ്റ് കീഴടക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇങ്ങനെ അനാവശ്യമായിട്ടൊരു കുന്നിൻ്റെ മേലെ ചാടിക്കയറിയിട്ട് എന്താണ് അവർക്ക് കിട്ടുന്നത്? അപ്പോൾ അത് പല ഗ്രന്ഥങ്ങളും പല തരത്തിലെ വായനകൾ പൂർത്തിയായപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവരുടെ സന്തോഷം ആർക്കും സാധിക്കാത്തത് സാധിക്കുന്നതിലാണ് അവർ സുഖം കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ അവർ സ്വന്തം വീട്ടിൽ മൂടി പുതച്ച് കിടക്കുകയോ TV കണ്ട് സിനിമ കണ്ട് ഇരുന്നാൽ പോരെ. എന്തിനെ പ്രശ്നം? മുകളിൽ കയറുന്നു, കാട്ടിൽ കയറുന്നു. ചില ആളുകൾ വലിയ കടലിടുക്കുകൾ കടൽ നീന്തി കടക്കുന്നു, വലിയ ആകാശത്തുനിന്ന് പാരച്ചൂട്ട് താഴോട്ട് ചാടുന്നു, സാഹസം കാണിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ അവർ സുഖം, ആനന്ദം കണ്ടെത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ വീരന്മാരുടെ സുഖം എന്ന് പറയുന്നത് വേറെയാണ്, ഗ്രാമ്യസുഖം വേറെയാണ്. ഭഗവാൻ ഇവിടെ ഗ്രാമ്യസുഖവും വീരസുഖവും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. തെക്തഗ്രാമ്യസുഖ പാർത്ഥ നിത്യം വീരസുഖ പ്രിയാഹ. പാണ്ഡവന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഗ്രാമ്യസുഖത്തിൽ ഉറങ്ങുക, ഉണ്ണുക, സ്ത്രീയെ പുണരുക,
നല്ല പാട്ട് കേൾക്കുക, നൃത്തം കാണുക, എന്നിട്ട് പരദൂഷണം ചെയ്ത് അതിൽ സുഖം കണ്ടെത്തി ജീവിക്കുന്ന, കിടന്നുറങ്ങി കഴിയുന്ന നമ്മളെപ്പോലെയുള്ള കുഴിമടിയന്മാരെയും ഭീരുക്കളെയും കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഗ്രാമ്യ സുഖത്തിൽ അഭിരമിക്കുന്നവർ, നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗ്രാമ്യ സുഖത്തെ നിഷേധിക്കുന്നു. അതിനോട് അധികം ആഗ്രഹം പാടില്ല. ഗ്രാമ്യസുഖം വിട്ടിട്ടാണ് പാണ്ഡവന്മാർ വീരസുഖം നേടാൻ വേണ്ടിയിട്ടാണ് കാട്ടിൽ പോയതും ത്യാഗം ചെയ്തതും. മഹാഭാരതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായ ഏറ്റവും മുഖ്യ തത്വമാണ് പാണ്ഡവന്മാർ സുഖമനുഭവിച്ചോ, ഭഗവാൻ പറയും സുഖം അനുഭവിച്ചു, അവർ ആഗ്രഹിച്ചത് വീരസുഖമാണ്. ശ്രീരാമചന്ദ്രൻ 14 വർഷം കാട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അനുഭവിച്ചത് സുഖമായിരുന്നു, അത് വീരസുഖമാണ്. ത്യജിക്കുമ്പോൾ ഉണ്ടാകും ത്യാഗത്തിൻ്റെ സുഖമാണ് വീരസുഖം എന്ന് പറയുന്നത്. ത്യാഗം ചെയ്യുമ്പോൾ, ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപേക്ഷിക്കുമ്പോൾ, തൻ്റെ പ്രാണൻ പോലും ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു ചാരിതാർത്ഥ്യം, അതാണ് വീരന്മാരുടെ സുഖം, വീരസുഖം. അതാണ് അവർ നേടിയത്. നതു സ്വൽപ്പേന തുഷ്യയുർ മഹോത്സാഹ മഹാബലാഹ. മഹാത്മാക്കൾ ഒരിക്കലും സ്വൽപ്പ സുഖം കൊണ്ട്, ക്ഷണനേരത്തെ ഭക്ഷണം, ക്ഷണനേരത്തെ ലൈംഗിക സുഖം, ക്ഷണനേരത്തെ ഉറക്കത്തിൻ്റെ സുഖം, ഇതൊന്നും മഹാത്മാക്കളെ വ്യാമോഹിപ്പിക്കുകയില്ല. മഹാത്മാക്കൾ മഹോത്സാഹന്മാരും മഹാബലന്മാരുമായ ആളുകൾ ഗ്രാമ്യസുഖത്തെ വിട്ട് വീരസുഖത്തെ സ്വീകരിക്കും. അന്തം ധീരാ നിഷേപന്തേ മധ്യം ഗ്രാമ്യസുഖപ്രിയാഹ. ധീരന്മാർ അവസാനം കിട്ടുന്ന നിത്യസുഖത്തെയാണ് സ്വീകരിക്കുക. ഗ്രാമ്യസുഖപ്രിയന്മാരായ സാധാരണക്കാർ, മന്ദബുദ്ധികൾ എന്ത് ചെയ്യും? മധ്യമമാർഗത്തെ സ്വീകരിക്കും. അല്പസുഖം, പിന്നെ അത് പോകും, വീണ്ടും ദുഃഖം വരും, വീണ്ടും സുഖം വരും. അതിനെ സ്വീകരിക്കുന്നവർ ആരാണ്? വാസ്തവത്തിൽ മന്ദബുദ്ധികളാണ്. ഉത്തമാംശ പരിക്ലേശൻ ഭോഗാംശാതീവമാൻ. അതിമാനുഷന്മാരനുഭവിക്കുന്ന അതിമാനുഷികമായ സുഖം, സ്വർഗത്തിലും ദിവ്യലോകങ്ങളിലും മോക്ഷത്തിൻ്റെയും സുഖം നേടുന്നവനാണ് വാസ്തവത്തിൽ ഏറ്റവും ധീരനായിരിക്കുന്നവൻ. അന്തേഷുരേമിരേ ധീരാനതേ മധ്യേഷുരേമിരേ അന്തപ്രാപ്തിം സുഖം പ്രാഹുർ ദുഃഖമന്തരമേതയോഹോ. അന്തിമ സുഖമാണ് സുഖം. അന്തരം ഏതയോഹോ അന്തരം, സുഖത്തിനും ദുഃഖത്തിനും ഇടയിലുള്ള ഈ ആടിയുള്ള കളി, ഗ്രാമ്യസുഖം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ദുഃഖമാണ്. മാറി മാറി വരുന്ന സുഖദുഃഖങ്ങളെ സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ ഒരു ദുഃഖമാണ്. ആത്യന്തികമായ സുഖത്തിന് വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യുന്നതാണ് പരമമായ സുഖം എന്ന് അറിവുള്ളവർ പറയുന്നു. ഇന്ന് ഭഗവാൻ സുഖത്തിൻ്റെ ശാസ്ത്രം എന്താണ് എന്ന് ഭഗവാൻ കൃത്യമായി ആ കുന്തിദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് ഉന്മേഷവതിയായി തീർന്നു. ഭഗവാന്റെ വാക്കുകൾ കേട്ട് ആശ്വാസം വന്നു. അബുദ്ധിജമായ തമസ്സിനെ വിട്ടു. ബുദ്ധിശൂന്യമായ ഒരു ചിന്ത കൊണ്ടാണ് തൻ്റെ മക്കൾ ദുഃഖിച്ചു എന്നൊക്കെ കുന്തിക്ക് തോന്നിയത്. ആ ദുഃഖത്തെ വിട്ടു. ഭഗവാന്റെ കടാക്ഷം, ഭഗവാന്റെ പുഞ്ചിരി, ഭഗവാന്റെ നല്ല വാക്കുകൾ, അത് കുന്തിദേവിക്ക് ആശ്വാസം നൽകി. ദേവി പറഞ്ഞു, യത്യേഷാം മഹാബാഹോ പഥ്യം സ്യാൻ മധുസൂദനാം യഥാ യഥാ ത്വം മന്യഥാ കുര്യാ കൃഷ്ണ തഥാ തഥാ. ഭഗവാനെ, മഹാബാഹുവായ ഭഗവാനെ, അങ്ങെന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അതുതന്നെ ചെയ്തോളൂ. അങ്ങൊരിക്കലും ധർമ്മം വിട്ട് പെരുമാറുകയില്ല എന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങയെ അറിയാം, എനിക്ക് അങ്ങയെ മനസ്സാക്കാൻ സാധിച്ചു. എങ്ങനെ മനസ്സാക്കി? അവിലോപേന ധർമ്മസ്യ അനികൃത്യാ പരന്തപ പ്രഭാവജ്ഞാസ്മി തേ കൃഷ്ണ സത്യസ്യാഭിജനസ്യ. അങ്ങ് സത്യസ്വരൂപനാണ്. സത്യസ്വരൂപനായ അങ്ങയെ മനസ്സിലാക്കാനുള്ള 2 മാർഗം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ്. അവിലോപേന ധർമ്മസ്യ, ധർമ്മത്തെ ലോപമില്ലാതെ ഞാൻ അനുഷ്ഠിച്ചു. അനികൃത്യ, ആരെയും ചതിക്കാതെ ശുദ്ധമായ മാർഗത്തിലൂടെ, കളങ്കമില്ലാത്ത മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഭഗവാന്റെ പ്രഭാവം അറിയാൻ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കണം. തെറ്റില്ലാത്ത, കപടമല്ലാത്ത, നിഷ്കപടമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിലൂടെ സത്യസ്വരൂപനായ ഭഗവാനെ അറിയാൻ സാധിക്കും. ഞാൻ അറിഞ്ഞിരിക്കുന്നു, അങ്ങൻ്റെ ബന്ധുവുമാണ്, സത്യസ്വരൂപനുമാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്യുന്നതിൽ കാപട്യമില്ല, അസത്യമില്ല, അധർമ്മമില്ല, ലോകത്തിൻ്റെ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നറിയുന്നത് കൊണ്ട് അങ്ങ് എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അത് തന്നെ അങ്ങ് ചെയ്തുകൊള്ളൂ. ത്വമേവ നക്കുലേ ധർമ്മസ്ത്വം സത്യം ത്വം തപോ മഹത്ത്. അങ്ങ് എൻ്റെ കുലത്തിൻ്റെ സത്യമാണ്, ധർമ്മമാണ്, മഹത്തായ തപസ്സാണ്. ത്വം ത്രാതാ ത്വം മഹത് ബ്രഹ്മ. അങ്ങ് എല്ലാറ്റിൻ്റെയും രക്ഷകനാണ്, അങ്ങ് മഹത് ബ്രഹ്മം തന്നെയാണ്. ത്വയി സർവം പ്രതിഷ്ഠിതം. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയിലാണ് കുടികൊള്ളുന്നത്. യഥൈവാർത്ഥ തഥൈവൈത ത്വയി സത്യം ഭവിഷ്യതി. സത്യവും അങ്ങയിലാണ് കുടികൊള്ളുന്നത്. ഭഗവാൻ കുന്തിദേവിയെ, തൻ്റെ അച്ഛൻ പെങ്ങളായ കുന്തിദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. പ്രായമുള്ള ഒരു സ്ത്രീയാണ്, തൻ്റെ ഒരു പിതാമഹിയെ പോലെയുള്ളവളാണ്. നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ ദുര്യോധനൻ്റെ ഗൃഹത്തിലേക്ക് പോവുകയാണ് തൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്. എന്താണ് തുടർന്ന് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.